ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, മോനെ ശിവ, മോനെ ഡോക്ടറെ, എന്റെ മോൻ എന്നെ അച്ഛാന്ന് വിളിച്ചു. യവൻ എന്നെ അച്ഛാന്ന് വിളിച്ചു. പപ്പിയെ എവിടെ കൊണ്ടുപോകണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയല്ല. ഞാൻ പപ്പി നല്ല അടി വെച്ച് തരും കേട്ടോ. നിന്നോടാരോ തുണി മാറ്റം പറഞ്ഞ കിടക്കവിടെ. എനിക്ക് തുണി വേണ്ട. ദേ മര്യാദക്ക് അവിടെ കിടന്നോ, നല്ല അടി വെച്ച് തരും ഞാൻ. കമല, എടുത്തമ്മേ, ഞാൻ രേഷ്മനെ വീടിന്റെ അടുത്തുനിന്നാ വിളിക്കുന്നേ. ആളിവിടെ വന്നിട്ടുണ്ട്. വിഷ്ണുവേട്ടനും വന്നിട്ടുണ്ടോ? പുലർച്ചെ 4 മണിക്കാ വന്നേ. പക്ഷെ കൂടെ ആശാനൊന്നും കണ്ടില്ല. അല്ല, പോലീസിനെ വിളിക്കണേ എടുത്തമ്മേ. അത് പോലീസല്ല കൈകാര്യം ചെയ്യേണ്ടത്. തൽക്കാലം നീ അവൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്ക്. പോകുന്നുണ്ടെങ്കിൽ നീയും പോണം. ആ, പോവാം. ഒരു കാരണവശാലും നിന്റെ കൺവെട്ടത്ത് നിന്നും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. മനസ്സിലായോ നിനക്ക്? ആ, മനസ്സിലായി എടുത്തമ്മേ. മോനെ, ദാ ശിവ, ഞാൻ ഡോക്ടർ മാധവൻ. ഞങ്ങളെ ഒന്ന് ശിവൻ കാണുന്നില്ലേ? മോനെ ശിവ, അമ്മയുടെ മോനെ, നീ എന്താണോ ഒന്നും പറയാത്ത? നിനക്ക് അമ്മയെ മനസ്സിലായില്ലേ? നോ, ഇയാൾക്കൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞങ്ങളെയൊന്നും മനസ്സിലാകാത്ത പോലെയാണല്ലോ ഡോക്ടറെ അവൻ നോക്കുന്നേ. അത് കാര്യമാക്കണ്ട. കുറേശ്ശെ അയാളിലേക്ക് ഓർമ്മ വന്നോളൂ. അയാളുടെ മനസ്സ് മുഴുവൻ ബ്ലാങ്കാ. അതിലേക്ക് ഇനി നമ്മൾ ഓരോരുത്തരായി കടന്നു വരണം. അത് ചിലപ്പോ 1-2 ദിവസം എടുത്തുവെന്ന് വരാം. ചിലപ്പോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉടനെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് പുറത്തേക്കിറങ്ങി അയാൾക്ക് പലതും ഓർമ്മയിലേക്ക് എത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. പ്ലീസ്, എല്ലാവരും ഒന്ന് പുറത്തേക്കിറങ്ങണം. മോനെ, മോനെ ശിവ, ശിവ മോനെ, വരൂ. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? മോനെ വരൂ, വരൂ മോനെ ശിവ. പ്ലീസ്, പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അച്ഛാ, മോനെ ശിവ, മോനെ ഡോക്ടറെ, എന്റെ മോൻ എന്നെ അച്ഛാന്ന് വിളിച്ചു. യവൻ എന്നെ അച്ഛാന്ന് വിളിച്ചു. മോനെ, ഇപ്പൊ മഹേന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം മാറിയല്ലോ? തീർത്തും മാറിയല്ലോ? മാറി ഡോക്ടറെ, മാറി. മോനെ ശിവ, എന്നാ ഇനി പുറത്തേക്ക് ഇറങ്ങിക്കേ. ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം.
പോവാൻ വരട്ടെ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇയാള് വിഷ്ണുവിന്റെ ഫ്രണ്ട് അല്ലേ കമലൻ? അതെ, ഇയാളെന്താ ഇവിടെ? എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആണോ? ആ, അല്ല വിഷ്ണു വന്നില്ലേ? അതോ കൂടെ വന്നിട്ട് അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ? അവൻ ഇത് പണ്ടേ ഉള്ള പരിപാടിയാ. ഒന്നിച്ച് വന്നിട്ടേ അങ്ങ് മാറി നിൽക്കും, എന്നിട്ട് വലിയ ഗമയില് കേറി വരും സർപ്രൈസ് എന്നും പറഞ്ഞ്. വിഷ്ണു, നീ ഇനി പോരടാ, ചുമ്മാ സമയം കളയാനായിട്ട്. അല്ല സത്യമായിട്ടും അവൻ കൂടെ വന്നില്ല? നിങ്ങൾ നല്ല ഒന്നാം തരമായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. അല്ല, വല്ല നാടകത്തിൽ സിനിമയിൽ ചോദിച്ചൂടെ? ജീവിതമായിട്ട് മല്ലിട്ട് നടക്കുന്നവർക്ക് എന്ത് സിനിമ, എന്ത് നാടകം, എല്ലാം ഒരു തരത്തിലൊരു അഭിനയം തന്നെയല്ലേ? അതെ, ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. എന്താ കമല, എന്താ പറയുന്നത്? നാടകമാണ് എടുത്തമ്മേ, നല്ല ഒന്നാം തരം നാടകം. ആശാനിപ്പോ എവിടെ നമ്മളോട് അന്വേഷിക്കുന്നേ? രേഷ്മ, ഇവിടെ അധികം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു ഉത്തരം. മധുരയിലേക്കുള്ള യാത്രയിൽ വിഷ്ണുവേട്ടൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? എന്റെ കൂടെയോ? എന്തിന്? അല്ല, അതിന് അവനിവിടെ പോയി. അവനിപ്പോ നാട്ടിലില്ലേ? നീ വീണ്ടും നാടകം കളിച്ച് ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണോ?